ആവശ്യമാണ്. നാഷണൽ കലാമിറ്റി ആയിട്ട് ഇത് പ്രഖ്യാപിക്കണമെങ്കിൽ കുറേ കൂടി സഹായങ്ങളും കുറേ കൂടെ കാര്യങ്ങളും കിട്ടും. ഇവിടെ കിട്ടുന്ന നമുക്ക് നന്നായി ഏകോപിപ്പിച്ച് കൃത്യമായി ഞാൻ പറഞ്ഞല്ലോ, ഇത് കെട്ടുപോകാതെ ഇത് ഇപ്പം എല്ലാവർക്കും ഒരു ഒരു നിശ്ചയദാർഢ്യമുണ്ട് ഇത് ചെയ്യണമെന്ന്. അത് നിലനിർത്തിക്കൊണ്ട് നമ്മളെല്ലാവരും കൂടി കൂട്ടായിട്ട് തീർച്ചയായിട്ടും ചെയ്യണം. സഹായം പ്രഖ്യാപിക്കാനാണെങ്കിൽ അതിനുള്ള സമയമായില്ല എന്നാണ് ഇവിടുന്ന് ഒരു കേന്ദ്രമന്ത്രി പറയുന്നത്. അല്ലല്ല, അവർ പറയുന്നത് പലതിനോടും നമുക്ക് യോജിക്കാൻ പറ്റില്ല. കാരണം അവർ വെറുതെ രാഷ്ട്രീയം കലർത്താൻ വേണ്ടി നോക്കുകയാണ്. അവരേക്കാൾ രാഷ്ട്രീയമായി ഗവൺമെൻറ്റുമായും ഇടതുമുന്നണിയുമായി ഏറ്റുമുട്ടുന്ന ഞങ്ങളല്ലേ. ഞങ്ങൾ വല്ല വിട്ടുവീഴ്ചയും കാണിക്കാറുണ്ട്. ഇതതിനുള്ള സമയമല്ല. അതിനെക്കുറിച്ച് ആലോചിക്കാൻ പോലും പറ്റില്ല. ഇപ്പം ഞങ്ങൾ തന്നെ മുഖ്യമന്ത്രിയെയും മന്ത്രിമാരെയും എല്ലാവരോടും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്നാണ് നമ്മൾ ആലോചിക്കുന്നത്. അവരെ എങ്ങനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുമെന്ന്, ഗവൺമെൻറ് മെഷീനറിയെ എങ്ങനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുമെന്നാണ് നമ്മൾ ആലോചിക്കേണ്ടത്. അല്ല ഒരു തടസ്സവും ഉണ്ടാകാൻ പാടില്ല. ഇതിങ്ങനെ രാഷ്ട്രീയ വിരോധമൊന്നും പറഞ്ഞു തീർക്കാൻ വേണ്ടിയിട്ടുള്ള സമയമല്ല. ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അതൊക്കെ പിന്നീട് പറയാം. എൻ്റെ പേരിലൊരു ക്യാമ്പയിൻ വന്നു, അത് CPM ഹാൻഡിലുകളിലാണ് ഉണ്ടായത്. ഞാനതിട്ട് കംപ്ലയിൻറ്റ് ചെയ്തു, DGPക്ക് എൻ്റെ ഓഫീസിൽ കംപ്ലയിൻറ്റ് ചെയ്തു. ഞങ്ങളാരും അതിനോട് യോജിക്കുന്നില്ല. പക്ഷേ ദുരിതാശ്വാസ അതങ്ങനെ പറയാൻ ആളുകൾ കാരണം ഈ കഴിഞ്ഞ പ്രാവശ്യത്തെ ഈ 2018 പ്രളയമാണ്. അപ്പോൾ കുറേ കൂടെ സുതാര്യത അതിൻ്റെ അകത്ത് ഉണ്ടാക്കണം. ഒറ്റ കാര്യം ചെയ്താൽ മതി, മുഖ്യമന്ത്രി പറഞ്ഞാൽ മതി, ഈ വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് അയക്കുന്ന തുക ഒരു പ്രത്യേക അക്കൗണ്ടായിരിക്കും. അതിലൊരു കണക്കുണ്ടാവും. അതിൽ എത്ര രൂപ ഏതെല്ലാം ഐറ്റത്തിൽ ചിലവാക്കി, എത്ര രൂപ കിട്ടിയെന്ന് പറയും എന്ന് പറഞ്ഞൊരു ക്ലാരിറ്റി ഇത് പറഞ്ഞാൽ മതി. ഞങ്ങളാരും പറഞ്ഞിട്ടില്ല. ഞങ്ങളുടെ എന്തോരം പേരാണ് ശ്രീ രമേശ് ചെന്നിത്തല, ശ്രീ VM സുധീരൻ അടക്കമുള്ള എത്ര ആളുകളാണ് ഇന്നലെ തന്നെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്തത്. ഞങ്ങളാരും പറഞ്ഞിട്ടില്ല ചെയ്യരുത്. പക്ഷേ ആളുകളിത് പറയാനുള്ള, അവരെ അറസ്റ്റ് ചെയ്യല്ല ഉണ്ട്, അവരത് പറയാനൊരു കാരണമുണ്ട് പഴയത്. അപ്പോൾ അത് ഒന്ന് ക്ലിയർ ചെയ്താൽ മതി. ഗവൺമെൻറ് ഒന്ന് ക്ലാരിറ്റി വരുത്തിയാൽ മതി. പേടിക്കണ്ട, ഇതൊരു സെപ്പറേറ്റ് അക്കൗണ്ടാണ് എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി ഒരു ഇത് വരും. അപ്പോൾ ആളുകൾ കുറേ കൂടെ പൈസയും കിട്ടും. നമ്മുടെ ശമ്പളം നമ്മൾ ഡൊണേറ്റ് ചെയ്യുക എന്നുള്ളത് പ്രതീകാത്മകം, മറ്റുള്ളവരെ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇൻസ്പയർ ചെയ്യാണ്. അത് ചെയ്തോളാം. അപ്പോൾ നമ്മളിപ്പോൾ ഈ 100 വീടുകളുടെ കാര്യത്തിനൊക്കെ ഒരു കോർഡിനേഷനും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യണം. പറഞ്ഞ കാര്യങ്ങൾ ചെയ്യണം. എന്ത് വേണമെങ്കിലും സഹായിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവിടുത്തെ MLA ആണ് T സിദ്ദിഖ്. അദ്ദേഹത്തിനോട് ഞങ്ങൾ പറഞ്ഞിരിക്കുന്നത് ഭക്ഷണം, വസ്ത്രം, എന്താവശ്യം, മരുന്ന്, എന്ത് വേണമെങ്കിലും എത്തിച്ചേരാമെന്ന് പറയുന്നത്. എന്ത് വേണമെങ്കിലും, എത്ര ക്വാണ്ടിറ്റി വേണമെങ്കിലും എത്തിച്ചു തരാം എന്ന് പറഞ്ഞാൽ അതിനൊന്നും ഒരു ബുദ്ധിമുട്ടുമില്ല. ആൾ തയ്യാറായി നിൽക്കുക.